ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള ഒത്തിരി തീർത്ഥാടകർ ദിവസം തോറും എത്തിച്ചേരുന്ന പൂങ്കാവ് പള്ളിയിലേക്കാണ്. 1860 പണി കഴിപ്പിച്ച ഈ പള്ളി ആലപ്പുഴ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവർ ലേഡി ഓഫ് അസംഷൻ റോമൻ കാത്തലിക് ചർച്ച് പൂങ്കാവ് എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പള്ളിയുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈ പള്ളിയിലേക്ക് പോവാം. ഭക്തിസാന്ദ്രമായ ഒരു തീർത്ഥാടനമായിട്ട് നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നത് വഴി ഈ പള്ളിയിലൂടെ ഒന്ന് കറങ്ങി വരാം. നമ്മൾ ഈ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ തിരുനാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പന്തലിടുന്നതിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നേരെ പള്ളിയുടെ അകത്തേക്കാണ് ആദ്യം തന്നെ പോയത്. അപ്പോൾ പള്ളിയുടെ വരാന്തയിൽ 2 രൂപങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് യേശുവിൻ്റെ രൂപവും ബാലനായ യേശുവിൻ്റെ രൂപമായിരുന്നു. അതിൻ്റെ ചുറ്റും ആളുകൾ അവരവരുടെ അപേക്ഷകളും അവരവരുടെ ആഗ്രഹങ്ങളും ഒക്കെ എഴുതി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ചിലരത് മാല പോലെയും ചിലർ പേപ്പറിൽ ഒത്തിരി തവണ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ നേരെ പള്ളിയുടെ അകത്തേക്കാണ് കയറുന്നത്. അപ്പോൾ പള്ളിയുടെ അറ്റത്തായിട്ട് നമുക്ക് അൾത്താര കാണാൻ പറ്റുന്നുണ്ട്. പള്ളിയിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചയാണിത്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം കൂടിയായിരുന്നു ഇത്. ഈ പള്ളിയിലെ കുർബാന സമയം എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസങ്ങളിൽ 3 കുർബാന ആണുള്ളത്. രാവിലെ 6 മണിക്കും 8:30ക്കും, പിന്നെ ഉള്ളത് വൈകുന്നേരം 6:30ക്കുമാണ്. അതേപോലെ ഇട ദിവസങ്ങളിൽ 2 കുർബാനയാണ് ഉള്ളത്. അത് രാവിലെ 6 മണിക്കും അതേപോലെ 6:45-നുമാണുള്ളത്. പിന്നെ ഇവിടെ ഇൻഫന്റ് ജീസസിന്റെ നൊവേനയുണ്ട്. അത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിക്കാണ്. ഈ പള്ളിയിൽ വെച്ചിരിക്കുന്ന കുരിശിന്റെ വഴിയുടെ ഫോട്ടോകളെല്ലാം വളരെ പഴയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു വിചിത്രമായ രീതിയിലുള്ളതുമാണ്. പള്ളിയുടെ പുറത്ത് വലതുവശത്തായിട്ട് സുവിശേഷത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഒരു ചിപ്പിക്കുള്ളിൽ എന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതിൽ പ്രാർത്ഥിച്ച് നടക്കുന്നത് ഒത്തിരി ആനന്ദദായകമായ ഒരു അവസ്ഥ തന്നെയാണ്. മാലാഖ പ്രത്യക്ഷപ്പെട്ട് മാതാവിന് മംഗളവാർത്ത നൽകിയത് മുതൽ മാതാവ് സ്വർഗാരോഹണം ചെയ്തു പോകുന്നത് വരെയുള്ള മിക്ക സംഭവങ്ങളും ഇവിടെ ഇതേപോലെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാലനായ യേശുവിൻ്റെ രൂപം ഒരു മണ്ഡപത്തായിട്ട് വശത്തുണ്ട്. ബാലനായ യേശുവിൻ്റെ രൂപവും അതിനോട് ചേർന്ന് ഒരു വലിയ നിലവിളക്കും അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലായിട്ട് ഒരു മാതാവ് സ്വർഗാരോഹണം ചെയ്യുന്ന ഒരു സ്റ്റാച്ചുവും ഇവിടെ വെച്ചിട്ടുണ്ട്. പള്ളിയുടെ ഒരു സൈഡിൽ തന്നെയായിട്ട് ഒരു കൽക്കുരിശും ഉണ്ട്. ഈ പള്ളിയുടെ പുറകുവശത്തായിട്ട് കല്ലറ ദേവാലയം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അവിടേക്കാണ് നമ്മൾ അടുത്തതായിട്ട് കയറിപ്പോയത്. യേശുവിൻ്റെ ശിഷ്യന്മാരുടേതടക്കം 16 വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ഈ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ യേശുവിൻ്റെ ഒരു രൂപവും അതുപോലെ മാതാവിൻ്റെ ഒരു രൂപവും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് പുറത്തായിട്ട് വരാന്ത പോലെയുള്ള സ്ഥലത്ത് യേശുവിൻ്റെ വസ്ത്രങ്ങളുടെയും അതായത് തിരുക്കച്ചയുടെയും വസ്ത്രത്തിൻ്റെയും അതേപോലെ ആണി, അതേപോലെ യേശുവിൻ്റെ മുഖഭാവം, ഇതെല്ലാം ചിത്രങ്ങളായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. പലർക്കും രോഗസൗഖ്യം ഉണ്ടായതായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ പള്ളിയിലെ വിശുദ്ധ വാരാചരണം ഒത്തിരി പ്രത്യേകതയുള്ളതും ഒത്തിരി വിശ്വാസികൾ വരുന്നതുമായ ഒരു സംഭവം തന്നെയാണ്.
ഇവരുടെ ദുഃഖവെള്ളിയുടെ ചടങ്ങുകളാണെങ്കിലും അതേപോലെ പെസഹ വ്യാഴത്തിൻ്റെ ചടങ്ങുകളൊക്കെ ഒത്തിരി പേര് കാണാനായിട്ട് ഇതിനു വേണ്ടി ഇവിടെ വരുന്നുണ്ട്. ഭക്തിപൂർവമായ ഒത്തിരി ചടങ്ങുകൾ അന്നേ ദിവസങ്ങളിലൂടെ നടക്കാറുമുണ്ട്. ഇവരുടെ സ്നേഹദീപ കാഴ്ച എന്ന പെസഹ വ്യാഴാഴ്ച നടക്കുന്ന പ്രാർത്ഥനാ പരിപാടിയിലൊക്കെ ഒത്തിരി പേരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. Obey God, Jesus and Mary and Joseph. പൂങ്കാവ് പള്ളിയെ പറ്റിയുള്ള നമ്മുടെ അറിവുകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. ഇതിലും കൂടുതലായിട്ട് അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ടൈം.